ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജു. ഞാനിപ്പം വന്നിരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും വല്ലാണ്ട് അറിയത്തില്ല. പിന്നെ പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. കില്ലാഡീസ് ആൻഡ് കുക്കിംഗ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വീഡിയോ, പിന്നെ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോ, പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാനപ്പോൾ ഈ ചാനൽ തുടങ്ങാൻ ഉണ്ടായ സാഹചര്യത്തിനെക്കുറിച്ചാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ തുടങ്ങാൻ ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കല്യാണത്തിന് മുന്നേയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. യമഹായിലും ടി വി എസിലും അങ്ങനെ ഷോറൂമുകളിൽ, സർവീസിൻ്റെ ഷോറൂമിൽ ഫ്രണ്ട് ഓഫീസിലും റിസപ്ഷനിസ്റ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യമായി. പിന്നെ അത് കഴിഞ്ഞപ്പം കുഞ്ഞിനൊരു 1.5 വയസ്സൊക്കെ ആയപ്പം രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റ് ആയി. അന്നേരം അതോടുകൂടി ജോലി അങ്ങ് നിർത്തുമായിരുന്നു. ലാസ്റ്റ് ഞാൻ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഷോറൂമിലായിരുന്നു, ഇവിടെ കോട്ടയത്ത് തന്നെ. അപ്പം അങ്ങനെ ഇപ്പം കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ വീട്ടിലിരിപ്പാണ്. അന്നേരം ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്നെക്കൊണ്ട് 1 രൂപയെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഒന്ന് സാധിച്ചിരുന്നെങ്കിൽ. നേരത്തെ പോലെ ഇനി ജോലിക്ക് പോക്ക് നടക്കത്തില്ല, 2 കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഫോണിനകത്ത് കൂടെ ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഓർത്തിരുന്നു. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ നേരത്തെ തുടങ്ങിയായിരുന്നു, പക്ഷേ അതിനകത്ത് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ നെഗറ്റീവ് കമൻറ്റ് വരുമോ, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് അങ്ങ് വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ലെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ് ചെറുതായിട്ട് ഞാനൊന്ന് ഓർത്ത് നമുക്കെന്ന് കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒന്ന് ഇട്ട് നോക്കാം. അങ്ങനെ ഓർത്ത് ഒരു 1-2 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ 2-3 വ്യൂസ് ആയപ്പം പിന്നെ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഒരു 10 വീഡിയോയോളം ഇട്ടു. പിന്നെ ഇതിനിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, വ്യൂവേഴ്സ് ആവുന്നുണ്ടോ, എത്ര പേര് കാണുന്നുണ്ട്, അങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. പിന്നെ അങ്ങനെ നോക്കിയിരുന്ന് കുറച്ച് വ്യൂവേഴ്സൊക്കെ ആയെന്ന് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ അവരെൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഫാമിലിയുള്ള ആൾക്കാരും എല്ലാവരും കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാവരും ചാനൽ കാണണം, എല്ലാ വീഡിയോസും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്നോർത്താണ് ഇരിക്കുന്നത്. എല്ലാവരും അതിനു വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം പറയണം. എന്തെങ്കിലും സജഷൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, താങ്ക് യു ഗൈസ്.